CGL 2023 ചോദിച്ച ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിലെ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു തീഫിൻ്റെയും പോലീസിൻ്റെയും ഒരു വെറൈറ്റി ക്വസ്റ്റ്യനാണ്. ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ കുറേ ട്രൈ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. നമുക്ക് ഇതിൻ്റെ എളുപ്പ വഴിയൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു തീഫ് സ്റ്റീൽസ് ആൻ ഐറ്റം ആൻഡ് എസ്കേപ്സ് റണ്ണിങ് 20 km/h. അതായത് ഒരു മണിക്കൂറിൽ 20 കിലോമീറ്ററാണ് ഓടുന്നത്. ഒരു പോലീസ്മാൻ എപ്പോഴാണ് വരുന്നത്? സ്പോട്ട് ഓഫ് ദ ക്രൈം ആഫ്റ്റർ 6 minutes ആൻഡ് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട്സ് ചേസിങ് ദ തീഫ്. 6 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പോലീസ് വന്നത്. വന്നതിന് ശേഷം തന്നെ ചേസ് ചെയ്യാൻ തുടങ്ങി. 24 minutes ആഫ്റ്റർ ദ പോലീസ്മാൻ സ്റ്റാർട്ടഡ് ടു ചേസ് ദ തീഫ്. ദർ ഇസ് സ്റ്റിൽ എ ഗ്യാപ്പ് ഓഫ് 400 meter ബിറ്റ്വീൻ ദ ടു. അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ സ്പോട്ട് ഓഫ് ക്രൈം വുഡ് ദ പോലീസ്മാൻ ക്യാച്ച് അപ്പ് ദ തീഫ് ആൻഡ് വാട്ട് ഈസ് ദ സ്പീഡ് അറ്റ് വിച്ച് ദ പോലീസ്മാൻ റാൻ. അപ്പോൾ പോലീസ്മാൻ്റെ സ്പീഡും വേണം, ആ ഒരു ക്രൈം നടന്ന സ്ഥലത്ത് നിന്നും ഏത് ഡിസ്റ്റൻസിലാണ് ആ പോലീസ് ആ കള്ളനെ പിടിച്ചതെന്നും വേണം. അപ്പോൾ ഇത് റിലേറ്റീവ് സ്പീഡിൻ്റെ കൺസെപ്റ്റ് നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് വളരെ വേഗത്തിൽ ചെയ്യാം. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ തീഫ് ഓടുന്നത് ഒരു മണിക്കൂറിൽ 20 കിലോമീറ്റർ ആണ് ഓടുന്നത്. പോലീസ്മാൻ വന്നത് എപ്പോഴാണ്? അപ്പോൾ ഇത് സ്പോട്ട് ഓഫ് ക്രൈം ഇതാണെന്ന് വെച്ചോ. പോലീസ്മാൻ വന്നത് 6 minutes ആഫ്റ്റർ ആ ക്രൈം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 6 minute സമയം കൊണ്ട് ആര് ഓടുന്നുണ്ട്? നമ്മുടെ തീഫ് സാധനം എടുത്തുകൊണ്ട് ഓടുന്നുണ്ട്. അപ്പോൾ 60 minute 20 കിലോമീറ്ററാണ് അയാൾ പോകുന്നത്. അപ്പോൾ 6 minute എത്ര പോകും? 60 കിലോമീറ്റർ 60 minute 20 കിലോമീറ്റർ പോയാൽ 6 minute എത്ര പോകും? 60/10 20/10 2 കിലോമീറ്റർ എന്ത് ചെയ്യും? അയാൾ പോകും. അതായത് ആ തീഫ് 6 minute എത്ര പോയി കാണും? 2 കിലോമീറ്റർ പോയി കാണും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രൈം നടന്ന സ്പോട്ടെങ്കിൽ അയാൾ ആ ഒരു 6 minute കൊണ്ട് എത്ര ദൂരം പോയി? 2 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. ഇനി ഇയാൾ പോലീസുകാർ 6 minute കഴിഞ്ഞിട്ടാണ് എത്തിയത്. 24 minute ആഫ്റ്റർ ദ പോലീസ്മാൻ സ്റ്റാർട്ടഡ് ടു ചേസ് ദ തീഫ്. അതായത് 24 minute കഴിഞ്ഞു എന്ത് ചെയ്യാൻ? ആ പോലീസ് കള്ളനെ ചേസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ 6 minute ഈ കള്ളൻ 2 കിലോമീറ്ററാണ് പോകുന്നത്. ഇപ്പോൾ 24 minute എത്ര പോകും? 6 × 4 ആണ് 2 × 4 8 കിലോമീറ്റർ എന്ത് ചെയ്യും? അയാൾ പോവും. അതായത് ഇവിടെ നിന്നും 8 കിലോമീറ്ററിലൂടെ ആര് പോവും? ആ കള്ളൻ ഓടിയെത്തും. അപ്പോൾ 8 കിലോമീറ്ററിലൂടെ എന്ത് ചെയ്തു? അയാൾ ഓടും. അതായത് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് നിന്നും 2 ഉം 8 ഉം 10 കിലോമീറ്റർ അയാളുടെ ടോട്ടൽ ദൂരം. അതായത് എവിടെയാണോ ക്രൈം നടന്നത് ഇത്രയും സമയം കഴിഞ്ഞതിന് ശേഷം, അതായത് 6 minute 24 minute 6 minute 24 minute. എന്തുകൊണ്ടാണ് നമ്മൾ 24 minute കൂടെ എടുത്തത്? 24 minutes ആഫ്റ്റർ ദ പോലീസ്മാൻ സ്റ്റാർട്ടഡ് ടു ചേസ് ദ തീഫ്. അതായത് സംഭവം നടന്നിട്ട് 6 minute കഴിഞ്ഞിട്ടാണ് പോലീസ് അവിടെ എത്തിയത്. അതും കഴിഞ്ഞ് 24 minute കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത് 10 കിലോമീറ്ററാണ് എന്ത് ചെയ്തത്? ആ ഒരു സമയം കൊണ്ട് കള്ളൻ എത്തിയത്. എന്നിട്ടും ഇപ്പോൾ എത്ര മിനിറ്റായി? ടോട്ടൽ 30 minute ആയി. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ സമയത്തും ദർ ഈസ് സ്റ്റിൽ എ ഗ്യാപ്പ് ഓഫ് 400 meter. അതായത് 10 കിലോമീറ്റർ എത്തേണ്ട സ്ഥലത്ത് പോലീസുകാരെ എത്ര എത്തിയുള്ളൂ? 400 meter കുറച്ച്. അതായത് 9.6 കിലോമീറ്റർ 9600 meter 9.6 കിലോമീറ്റർ ആരെത്തിയുള്ളൂ? നമ്മളുടെ പോലീസുകാരെ എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ പോലീസുകാരൻ്റെ സ്പീഡ് നമുക്ക് കിട്ടുമല്ലോ. പോലീസുകാരെ എത്ര ഓടുന്നത്? 9.6 കിലോമീറ്ററാണ് പോലീസുകാരൻ എത്തിയത്. എത്ര സമയം കൊണ്ട്? 24 minute അയാൾ ഓടിയിട്ടുണ്ട്. 24 minute ഉണ്ട്. ഓക്കെ, 24 minute മണിക്കൂറാക്കാൻ by60 ചെയ്യണം. അപ്പോൾ by60 അടിയിലത്തെ by60 മേലെ വരും. ഇത്രയും km/h നമുക്ക് ആൻസർ കിട്ടും. ഇപ്പോൾ എത്ര കിട്ടും? 24 4 × 6 24. ഈ 0 ഈ പോയിൻ്റൂടെ പോയി. അതായത് 24 km/h ആയിരിക്കും ആരുടെ സ്പീഡ് എന്ന് പറയുന്നത്? നമ്മുടെ പോലീസുകാരൻ്റെ സ്പീഡ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനും അല്ല, ഈ ഒരു ഓപ്ഷനും അല്ല. ബാക്കി നിൽക്കുന്നത് 2 ഓപ്ഷനാണ്. ചിലപ്പോൾ ഒരു ഓപ്ഷൻ മാത്രമായിരിക്കും നമുക്ക് കറക്റ്റ് ഉള്ളത്. അങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം. സെയിം ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോലീസുകാരൻ്റെ സ്പീഡ് കിട്ടി. സ്പീഡ് ഓഫ് പോലീസ്മാൻ കിട്ടി 24 km/h. ഇനി നമുക്ക് എത്ര ചോദിച്ചത് എന്താ? അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ സ്പോട്ട് ഓഫ് ക്രൈം വുഡ് ദ പോലീസ്മാൻ ക്യാച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. 10 കിലോമീറ്റർ ഓടിയ സമയത്ത് 400 meter ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ സ്പോട്ട് ഓഫ് ക്രൈം. ഇപ്പോൾ സ്പോട്ട് ഓഫ് ക്രൈമിൽ നിന്നും കള്ളൻ 10 കിലോമീറ്റർ ദൂരെയും പോലീസ് 9.6 കിലോമീറ്റർ ദൂരെയുമാണ്. ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്? 400 meter ആണ്. കാരണം ഇനിയാണ് റിലേറ്റീവ് സ്പീഡിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. ഈ 400 meter ആണ് എന്ത് ചെയ്യുന്നത്? കവർ ചെയ്യേണ്ടത്. പോലീസുകാരൻ കള്ളൻ്റെ ഇടയ്ക്കുള്ള ദൂരം ഇതാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യണം. അപ്പോൾ അവിടെ പോലീസുകാരൻ 24 km/h ഓടുന്നു, കള്ളൻ 20 km/h ഓടുന്നുള്ളൂ. അപ്പോൾ അതായത് അവരുടെ റിലേറ്റീവ് ഡിസ്റ്റൻസ് എത്രയാണ്? സ്പീഡ് എത്രയാണ്? 4 km/h ആണ്. 24 - 20. എന്തുകൊണ്ടാണ് മൈനസ് എടുത്തത്? രണ്ടും ഒരു സെയിം ഡയറക്ഷനിൽ ഓടുന്നതുകൊണ്ട്. അപ്പോൾ ഈ 400 meter 24 - 20, അതായത് 4 km/h അവരെന്ത് ചെയ്യണം? ഓടണം. അപ്പോൾ ഇത് നമുക്ക് 400 meter എനിക്ക് എന്ത് ചെയ്യാം? 0.4 km ആക്കാം. 0.4 km ഡിവൈഡഡ് ബൈ 4 km/h എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ടൈം കിട്ടും. ഈ ഇത്രയും സമയം കൊണ്ട് എന്ത് ചെയ്യും?
ആ കള്ളനെ പോലീസ് പിടിക്കും. അപ്പോൾ 0.4 ആണ് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ 0.4 കിലോമീറ്റർ ബൈ 4 km/h. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മണിക്കൂറിൽ ആൻസർ കിട്ടും. അതിനെ മിനിറ്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, മിനിറ്റ് ആക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, മിനിറ്റ് ആക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് മിനിറ്റ് ആക്കാം. മിനിറ്റ് ആക്കണമെങ്കിൽ ആക്കാം. ഇൻറ്റു 60 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇത് മണിക്കൂറിലുള്ളതാണ്. ഇത്രയും മിനിറ്റിൽ എന്ത് ചെയ്യും, കള്ളനെ പിടിക്കും. അപ്പോൾ എത്ര കിട്ടും നമുക്ക്, ഈ 60യുടെ പോയിൻറ്റും ഇതും പോയി 4/4, അതായത് 6 മിനിറ്റ് കൂടെ എന്ത് ചെയ്യും, 6 മിനിറ്റ് കൂടെ എടുക്കും ആ ഒരു പോലീസുകാരന് കള്ളനെ പിടിക്കാൻ. അപ്പോൾ 6 മിനിറ്റ് കൊണ്ട് ഇവിടെ നിന്നുള്ള കള്ളൻ എത്ര ദൂരം ഓടിക്കാണും, 6 മിനിറ്റ് കൊണ്ട് 6 മിനിറ്റിൽ അയാൾ 2 കിലോമീറ്റർ ഓടുന്നത്. 10 കിലോമീറ്റർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ 6 മിനിറ്റിൽ അയാൾ 2 കൂടെ ഓടി 10+2 12 കിലോമീറ്ററിൽ എത്തും ആര്, നമ്മുടെ കള്ളൻ. അതായത് ക്രൈം നടന്ന സ്പോട്ടിൽ നിന്നും 12 കിലോമീറ്റർ ആയിരിക്കും ആ ഒരു കള്ളൻ എത്തുന്നത്. ആ സമയത്ത് തന്നെ എന്ത് ചെയ്യും, പോലീസ് കള്ളനെ പിടിക്കും. അതായത് ക്രൈം നടന്ന സ്പോട്ടിൽ നിന്നും 12 കിലോമീറ്റർ കഴിഞ്ഞ് എന്ത് ചെയ്യും, ആ കള്ളനെ പോലീസ് പിടിക്കും. പോലീസിൻ്റെ സ്പീഡ് എത്ര ആയിരിക്കും, 24 km/h ആയിരിക്കും. ഓപ്ഷൻ 4 നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതേ ഒരു സീരീസിൽ തന്നെ കഴിഞ്ഞ CGL-ൻ്റെ 23ൻ്റെ ഒരു ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് പോലീസിൻ്റെ സ്പീഡെല്ലാം ഡിഫറൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഇവിടെ വരെ ചെയ്തിട്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നിർത്തായിരുന്നു. പക്ഷേ ഇതെന്ത് ചെയ്തു, ഒരു സ്റ്റെപ്പ് കൂടെ അപ്പുറത്തോട്ട് പോയി. പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ അടുത്ത ഷിഫ്റ്റിൽ എന്തായാലും അടുത്ത എക്സാംസുകളിൽ ഏതായാലും ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ ഇനി ഇതേപോലത്തുള്ള ക്വസ്റ്റ്യൻസ് വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് തന്നെ കൊടുത്താൽ മതി. ക്വസ്റ്റ്യൻസ് കമൻറ്റായിട്ട് തന്നെ കൊടുത്താൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം. ഒരുപാട് പ്രാക്ടീസ് സൈറ്റുകളിൽ, ഒരുപാട് മോക്ക് ടെസ്റ്റ് സൈറ്റുകളിൽ അവർ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് എടുക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ പ്രീവിയസ് വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് കമൻറ്റായിട്ട് തന്നാൽ അത് ഇതേപോലെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചെയ്യുന്നതായിരിക്കും. മാക്സിമം പേർക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എല്ലാ ക്ലാസ്സുകളും കാണുക. CGL-ൻ്റെ ക്രാഷ് കോഴ്സൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.